അതാണ് ജഡ്ജ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് എംപവേർഡ് ബൈ ലോ ടു ഗീവ് എ ലീഗൽ പ്രൊസീഡിങ്സ്. ഹൂ ഈസ് എംപവേർഡ് ബൈ ലോ ടു ഗീവ് ലീഗൽ പ്രൊസീഡിങ്സ്. ആരെയാണോ നിയമപരമായ ഒരു നടപടിക്രമം ചെയ്യുന്നതിന് വേണ്ടി നിയമം അനുവദിച്ചിട്ടുള്ളത്, നിയമം അധികാരപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെ? സിവിൽ നിയമപ്രകാരവും ക്രിമിനൽ നിയമപ്രകാരവും ഒരാളെ നിയമം അധികാരപ്പെടുത്തിയിട്ടുണ്ട് നിയമപരമായ നടപടിക്രമം നടത്താനെങ്കിൽ അദ്ദേഹം ഒരു ജഡ്ജാണ്. എ ഡെഫിനിറ്റീവ് ജഡ്ജ്മെൻറ്റ് or a judgment which is not appellate against would be definitive. ഒരു കൃത്യമായ ജഡ്ജ്മെൻറ്റ്, ഒരു അപ്പീൽ ചെയ്യാൻ പാകത്തുള്ള ജഡ്ജ്മെൻറ്റ്, ഓർ ദ ജഡ്ജ്മെൻറ്റ് വിച്ച് ഈസ് കൺഫേംഡ് ബൈ സം അതർ അതോറിറ്റി വുഡ് ബി എ ഡെഫിനിറ്റീവ്. മറ്റ് അതോറിറ്റികൾ കൊണ്ട് ഡെഫിനിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആണ് എങ്കിൽ അദ്ദേഹം എന്താണ്? ജഡ്ജാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമം സിവിൽ നടപടി പ്രകാരവും ക്രിമിനൽ നടപടി പ്രകാരവും ജോലി ചെയ്യുന്നതിന് വേണ്ടി അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ജഡ്ജ്. അദ്ദേഹം ഡെഫിനിറ്റീവ് ജഡ്ജ്മെൻറ്റ് പറയും. ഹൂ ഈസ് വൺ ഓഫ് ദ ബോഡി ഓഫ് എ പേഴ്സൺസ്. ഒരാൾ ജഡ്ജിയാകാം, ഒന്നിലധികം വ്യക്തിയും ജഡ്ജിയാകാം. എങ്ങനെ? ഹൂ ഈസ് വൺ ഓഫ് ദ ബോഡി ഓഫ് എ പേഴ്സൺസ് വിച്ച് ബോഡി ഈസ് ഓഫ് എ പേഴ്സൺ ഈസ് എംപവേർഡ് ബൈ ലോ ടു ഗീവ് സച്ച് ജഡ്ജ്മെൻറ്റ്. അങ്ങനെ ഡെഫിനിറ്റീവ് ജഡ്ജ്മെൻറ്റും പറയുവാൻ നിയമം ബാധ്യതപ്പെടുത്തിയുള്ള വ്യക്തിയെയോ വ്യക്തികളെയോ, ബോഡി ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, അവരെയും എന്തെന്ന് പറയും? ജഡ്ജെന്ന് പറയും. ഇപ്പോൾ ജഡ്ജെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 2 ക്ലോസ് 16 ജഡ്ജിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നു, ഉദാഹരണം, എ മജിസ്ട്രേറ്റ് എക്സസൈസിങ് ജൂറിസ്ഡിക്ഷൻ റെസ്പെക്ട് ഓഫ് എ ചാർജ് ഓൺ വിച്ച് ഹി ഹാസ് പവർ ടു സെൻറ്റൻസ് ടു ഫൈൻ ഓർ ഇംപ്രിസൺമെൻറ്റ്. ഒരാൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതിനും ഇംപ്രിസൺമെൻറ്റ്, ജയിൽ ശിക്ഷ കൊടുക്കുന്നതിനും അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി ഒരു ചാർജ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെങ്കിൽ അദ്ദേഹം മജിസ്ട്രേറ്റാണ്, അദ്ദേഹം ജഡ്ജിയുമാണ്. വിത്ത് ഓർ വിത്തൗട്ട് അപ്പീൽ ഈസ് എ ജഡ്ജ്. ആ അദ്ദേഹം പറയുന്ന ജഡ്ജിമെൻറ്റിന്, വിധിന്യായത്തിന് അപ്പീലുണ്ടെങ്കിലും അപ്പീലില്ലെങ്കിലും അദ്ദേഹം എന്താണ്? ജഡ്ജാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മജിസ്ട്രേറ്റ് ഒരു ചാർജ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഫൈൻ ശിക്ഷ കൊടുക്കുവാൻ അധികാരമുള്ളയാൾ, അല്ലെങ്കിൽ അയാൾക്ക് ജയിൽ ശിക്ഷ കൊടുക്കാൻ അധികാരമുള്ളയാൾ, അത് അപ്പീലബിൾ ജഡ്ജിമെൻ്റ് ആണെങ്കിലും അപ്പീലബിൾ ജഡ്ജിമെൻ്റ് അല്ലെങ്കിലും ആ മജിസ്ട്രേറ്റ് ജഡ്ജിയാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത വകുപ്പിന് നമുക്ക് അടുത്ത വീഡിയോ ഉപയോഗിക്കാം.